ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ വന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? 26-ാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടമ്പെട്ട് 27-ാം തീയതി 28-ാം തീയതി 29-ാം തീയതി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട്. അങ്ങേപോലെ തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നും, പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ ഒരു TV ചർച്ചക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? സാർ, യഥാർത്ഥത്തിൽ ശ്രീ AK ആന്റണി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനം നടത്താൻ നിർബന്ധിതനായത് ഈ നിയമസഭയിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ എന്ന വിലാപമായിരുന്നു. ഇപ്പോ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം കുറ്റകരമായ നിശബ്ദത പാലിച്ചല്ലോ എന്നുള്ള ഒരു പത്രസമ്മേളനം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി നടത്താൻ ഇടയുണ്ട് എന്ന് കരുതിയിട്ടുള്ള ഒരു സമരാഭാസമാണ് ഇന്ന് ഈ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ബഹുമാനായ അംഗം ഇവിടെ ഉന്നയിച്ചത്. ആ സന്ദർഭത്തിൽ കശുവണ്ടി തൊഴിലാളികൾ പ്രശ്നം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്നത് ഏത് പക്ഷത്തിന്റെ ഒപ്പമാണ് പ്രതിപക്ഷം നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. സാർ, പ്രതിപക്ഷം ഇവിടെ എരമ്പിക്കേറി വന്നില്ലേ? 26-ാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടമ്പെട്ട് 27-ാം തീയതി 28-ാം തീയതി 29-ാം തീയതി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട്. നിങ്ങൾ 27-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. നിങ്ങൾ 28-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. നിങ്ങൾ 29-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. നിങ്ങൾ സബ്മിഷൻ പോലും കൊണ്ടുവന്നില്ല. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ BJPക്ക് എതിരാണെങ്കിൽ നിങ്ങൾ ഒരു സബ്മിഷൻ പോലും ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നില്ല. അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല എന്ന് തന്നെയല്ലേ തെളിയിക്കുന്നത്. സാർ, കശുവണ്ടി മേഖലയ്ക്കകത്ത് ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബഹുമാനായ അംഗം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കശുവണ്ടി മേഖല പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത സമീപനവും ഈ ഗവൺമെന്റ് പിന്തുടർന്ന സമീപനത്തിന്റെയും ഭാഗമായി ഇന്ന് കശുവണ്ടി ഫാക്ടറികളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നു. മെയ് മാസം വരെ, ജൂൺ മാസം വരെയുള്ള കശുവണ്ടി ഇന്ന് കശുവണ്ടി കോർപ്പറേഷന്റെയും ക്യാപെക്സിന്റെയും കയ്യിലുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയിൽ അറിയിക്കുകയാണ്. അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ തൊഴിലാളിക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലും തൊഴിലാളികൾക്ക് 23% കൂലി വർദ്ധിപ്പിക്കാൻ നൽകിയ കഴിഞ്ഞ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന കാര്യം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ ഓണത്തിന് ബോണസ് വർദ്ധിപ്പിച്ചു. 3,45,87,500 രൂപയാണ് കശുവണ്ടി തൊഴിലാളികൾക്ക് ബോണസായി ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. അത് ഈ ഗവൺമെന്റിന്റെ പക്ഷമാണ്. അത്തരത്തിലുള്ള പദ്ധതികൾ കുറെ കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ മാസം ഒക്ടോബർ മാസത്തിൽ വിപുലമായ ഒരു പരിപാടി കൊല്ലത്ത് സംഘടിപ്പിക്കുന്നു എന്ന കാര്യം കൂടി ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സാറ്, കുറെ ഫാക്ടറികൾ അടഞ്ഞു കിടക്കുകയാണ് സാർ. അതിൽ കുറച്ച് ഫാക്ടറികളെങ്കിലും സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ നാനാരുടെ കാലഘട്ടത്തിൽ കുറച്ച് ഫാക്ടറികൾ സാർ. അതേപോലെ തന്നെ നിർത്തലാക്കിയ മരണഫണ്ട് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ ഇടപെടുമോ ഗവൺമെന്റ്? കുമാനായംഗം UPAയും കോൺഗ്രസിന്റെയും തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഇവിടെ ഉയർത്തിക്കാട്ടിയത്. അവ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നമുക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം. ഏറ്റെടുക്കുന്ന ഫാക്ടറികളുടെ പ്രതിസന്ധി നേരത്തെ ഏറ്റെടുത്തതിന്റെ തന്നെ നഷ്ടപരിഹാരം നൽകണം എന്നുള്ള വിധികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം യഥാർത്ഥത്തിൽ പുതിയ കമ്പനികൾ ഏറ്റെടുക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ആ കമ്പനികളാകെ തുറക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായ പിന്തുണ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് നൽകുന്നുണ്ട്. അവരുടെ ബാധ്യതകൾ, കടം ഉൾപ്പെടെയുള്ളത് അവർ സെറ്റിൽമെന്റ് ഉണ്ടാക്കി 2 കോടിക്ക് മുകളിലുള്ള വായ്പയാണെങ്കിൽ 50% വരെ അടച്ചാൽ മതി എന്ന രൂപത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് 1 വർഷം കൂടി നീട്ടാനായിട്ട് ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാർ, ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ബില്ലാണ് സാർ. ഈ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ ബഹളമല്ല സാർ. യഥാർത്ഥത്തിൽ ശ്രീ AK ആന്റണി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനം നടത്താൻ നിർബന്ധിതനായത് ഈ നിയമസഭയിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ എന്ന വിലാപമായിരുന്നു. ഇപ്പോ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്.
ഈ ദിവസങ്ങളിലെല്ലാം കുറ്റകരമായി നിശബ്ദത പാലിച്ചല്ലോ എന്നുള്ള ഒരു പത്രസമ്മേളനം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി നടത്താൻ ഇടയുണ്ട് എന്ന് കരുതിയിട്ടുള്ള ഒരു സമരാഭാസമാണ് ഇന്ന് ഈ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ വളരെ അല്ല, എനിക്ക് കേൾക്കാൻ വയ്യ സാർ. അല്ല, പറയുന്നത് കേൾക്കണ്ടേ സാർ? സാർ, കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായിട്ടുള്ള കശുവണ്ടി മേഖല സാർ, ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് കശുവണ്ടി മേഖല. 95% വനിതകൾ മാത്രം പണിയെടുക്കുന്ന ഈ മേഖലയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് സാർ. സാർ, അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ ഞാൻ ഈ സഭയ്ക്ക് മുമ്പാകെ കൊണ്ടുവരുന്നത് സാർ. സാർ, കേരളത്തിൽ മൊത്തത്തിൽ 80 കശുവണ്ടി ഫാക്ടറികൾ നിലവിലുണ്ട് സാർ. അത് 100 ഫാക്ടറികൾ മാത്രമേ തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. അത് സ്വകാര്യ മുതലാളിമാരുടെ ഫാക്ടറികളാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഫാക്ടറികളും. അത് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി മുതലാളിമാർക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ സാമ്പത്തിക പ്രശ്നത്തിൽ അങ്ങും ഗവൺമെൻറ്റും നന്നായി ഇടപെട്ടതുകൊണ്ട് ഏകദേശം ഒരു കശുവണ്ടി മുതലാളിക്ക് അദ്ദേഹത്തിൻ്റെ ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി 10 ലക്ഷം തുക കൊടുക്കുകയുണ്ടായി സാർ. ആ 10 ലക്ഷം തുക കൈപ്പറ്റിയിട്ട് പോലും ഒരു ഫാക്ടറികൾ പോലും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സ്വകാര്യ മുതലാളിമാർ ഇന്നേ വരെ തയ്യാറായിട്ടില്ല സാർ. അതിനുള്ള നടപടികൾ സ്വീകരിക്കണം സാർ. സാർ, അതേപോലെ തന്നെ കശുവണ്ടി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഒരു കേന്ദ്ര പാക്കേജ് നമ്മൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു സാർ. കശുവണ്ടിയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ എന്താണ് സാർ നടപടി ഇതേവരെ സ്വീകരിച്ചിട്ടുള്ളത്? സാർ, സംഭരിച്ച തോട്ടണ്ടികൾ എത്രയും വേഗം ഫാക്ടറികളിൽ എത്തിച്ചിട്ട് കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സാർ, അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികൾ, സ്വകാര്യ മുതലാളിമാരുടെ അടഞ്ഞുകിടന്ന ഫാക്ടറികളിൽ ഈ ഓണക്കാലത്ത് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും സാർ 2500 രൂപ വെച്ച് പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക് ബോണസ് കൊടുത്ത സർക്കാരാണ് ഈ സർക്കാർ. സാർ, അവരുടെ കാലത്ത് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 5 നയാ പൈസ UDFന്റെ കാലഘട്ടത്തിൽ കശുവണ്ടി തൊഴിലാളികൾക്ക് കൊടുത്തിട്ടേ ഇല്ല സാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിക്കുന്നതുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. എന്താണ് ഇവര് കാണിക്കുന്നത്? കശുവണ്ടി മേഖലയെ സംബന്ധിച്ച്, കേരളത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ച് പറയുമ്പോ ഇവർക്ക് പുച്ഛമാണ് സാർ. ആ നിൽക്കുന്നവർക്ക് പുച്ഛമാണ് സാർ. എന്തൊരു വിരോധാഭാസമാണ് സാർ ഇവിടെ നടക്കുന്നത് സാർ. സാർ, ഇപ്പോഴത്തെ AICCയുടെ പ്രസിഡന്റ് UPA ഗവൺമെന്റ് കാലത്തിൽ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോ മരണഫണ്ട് നിർത്തലാക്കി സാർ. സാർ, മല്ലികാർജുന ഖാർഗെ UPA കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുമ്പോ കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്ര പറഞ്ഞു ഘട്ടത്തിലാണ് സാർ മരണഫണ്ട് നിർത്തലാക്കിയത് സാർ. എന്നിട്ടാണ് ഇവിടെ വന്നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മല്ലികാർജുന ഖാർഗെ. നിങ്ങൾ അദ്ദേഹത്തിനടുത്ത് പറയണം, പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികളുടെ മരണഫണ്ട് പുനഃസ്ഥാപിക്കാൻ. അത് സ്ഥാപിക്കാൻ പോലും കഴിയാതെയാണ് ഇവിടെ വന്നിരുന്ന് ഇത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്. ഇതൂടെ ഉള്ളൂ സാർ. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കശുവണ്ടി മേഖലയിൽ ധാരാളമുണ്ട് സാർ. സാർ, നമ്മുടെ കശുവണ്ടി പഴത്തിൽ നിന്നും ഫെനി പോലെയുള്ള, സാർ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം, കശുവണ്ടി പഴത്തിൽ നിന്നും ഫെനി പോലെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഈ അവസരത്തിലുള്ള ഈ ചോദ്യം സാർ. കശുവണ്ടി മേഖലയിൽ പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നു. ഈ ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ മേഖലയിലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. അതിനെല്ലാം പരിഹാരം കാണുന്ന സർക്കാരാണ് സാർ. ഇടതുപക്ഷ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന
ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്ന നമ്മുടെ ഈ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ശബ്ദ ക്ഷണിക്കലിലൂടെ